നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സെപ്റ്റംബർ 3-ാം തീയതിയാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ പീഡനത്തെക്കുറിച്ചുള്ള വാർത്ത വന്നത്. സെപ്റ്റംബർ 11-ാം തീയതി. അതിനുശേഷം പീച്ചിയിലെ, കൊല്ലത്ത് നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, ഏകദേശം എല്ലാ ജില്ലയിൽ നിന്നുള്ള ക്രൂരമായ പോലീസ് മർദ്ദനത്തിൻ്റെ വാർത്തകൾ വരികയാണ്. ഇന്നിപ്പോൾ രാവിലെ കണ്ടത് വയനാട്ടിൽ മാസ്ക് ശരിയായി ധരിച്ചില്ല എന്ന് പറഞ്ഞ ഒരാളുടെ മുഖം ഇടിച്ചു പരത്തിയതാണ്. ക്രൂരമായ ഇത്തരം പോലീസ് മർദ്ദനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടും മൗനം പാലിക്കുന്നു? ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ. ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ തെളിവുകൾ സഹിതമുള്ള വിഷ്വൽ തെളിവുകൾ അടക്കമുള്ള ആരോപണങ്ങൾ വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? ഈ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മറുപടി പറയാതെ എവിടേക്കാണ് ഒളിച്ചോടുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി ഒളിച്ചോട്ടം നടത്തുന്നത്? ആരെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്? ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമില്ലേ? ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്, ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിനെതിരായി ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നത്. പിന്നെ ആരാ മറുപടി പറയേണ്ടത്? DGP മറുപടി പറഞ്ഞാൽ മതിയോ? എന്നാൽ പിന്നെ രാഷ്ട്രീയ നേതൃത്വം വേണ്ടല്ലോ, ഭരണ നേതൃത്വം വേണ്ടല്ലോ, ഉദ്യോഗസ്ഥന്മാർ ഭരിക്കട്ടെ. DGP മറുപടി പറഞ്ഞാൽ മതിയെങ്കിൽ അപ്പം മുഖ്യമന്ത്രി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. നമ്മളാരെങ്കിലും ഒരു ദിവസം വൈകിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് മറുപടി പറയാൻ വേണ്ടിയിട്ട്. ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാഞ്ഞിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ ആർക്കും. എന്തുകൊണ്ടാണ് ഇത് പറയാതിരിക്കുന്നത്? ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ, ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയണ്ടേ? ഒരു ചർച്ചയില്ലല്ലോ, ഒരു മാധ്യമ ചർച്ചയില്ലല്ലോ, ഒരു വൈകുന്നേരത്തെ ചർച്ചയില്ലല്ലോ. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്? ഞാൻ ഗൗരവത്തോടെയാണ് ചോദിക്കുന്നത്. പിന്നെ ഏത് കാര്യത്തിലാണ് മറുപടി പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്, പേടിച്ചോടുന്നത്? ഞങ്ങളതിൻ്റെ പുറകെയുണ്ട്. എവിടെ ഓടിയാലും രക്ഷപ്പെടില്ല. ഇതിനകത്ത് ഉത്തരം പറയിപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിയെ കൊണ്ട്, ഗവൺമെന്റിനെ കൊണ്ട് ഉറപ്പായിട്ട്. ഇത് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളും ചേർന്നിട്ട് ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിക്കുകയാണ്. സഭാ സമ്മേളനം ലക്ഷ്യമിട്ടിട്ടുള്ള പോലീസിന്റെ മനോവീര്യം കെടുത്തുകയാണ്. ഇതാ ആര്? ശിവൻകുട്ടി അല്ലല്ലോ മറുപടി പറയേണ്ടത്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കട്ടെ മര്യാദയ്ക്ക്. അദ്ദേഹം അത് നോക്കിയാൽ മതി. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം. ഇത് നിങ്ങൾ കെട്ടിപ്പൊക്കെയാണോ മാധ്യമങ്ങൾ? ആണോ? ഇത് വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനിലെ വിഷ്വൽ RTI ആക്ട് അനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ തെളിവാണ്. പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലെ വിഷ്വലാണ്. അതാണ് ഞങ്ങളുണ്ടാക്കിയ മീഡിയയാണ്. ഞങ്ങളിങ്ങനെ കുറേ പോലീസുകാരെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഈ പയ്യനെ ഇടിക്കുന്ന വിഷ്വല് പ്രതിപക്ഷം ഉണ്ടാക്കിയതാണോ, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ? ഇത് വിവരാവകാശ, അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ പറ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ മന്ത്രിയായിരുന്നുള്ള സ്ഥിതി എന്താണ്? അല്ല, അതൊന്നും അല്ല. അത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അന്നെല്ലാം നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അല്ലല്ലോ ഇതിൻ്റെ മറുപടി. ഇതിൻ്റെ മറുപടി ഈ കാര്യത്തിൽ ശക്തമായ മറുപടികൾ. നിരവധി കാര്യങ്ങൾ, പോലീസിൻ്റെ ക്രൂരകൃത്യങ്ങൾ. കൊച്ചു പിള്ളേരെയാണ്, വല്ലവൻ്റെ മക്കളെയാണ് കൊണ്ടുപോയി ഇതുപോലെ ചെയ്യുന്നത്, ക്രൂരമായി തല്ലുന്നത്. ഒരു കാരണം പോലും ഇല്ലാതെ കൊലപാതകളോടോ ഗുണ്ടകളോടോ ചെയ്യാത്തതാണ്. ഗുണ്ടകൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി മദ്യം മേടിച്ചു കൊടുക്കുകയാണ് പോലീസ്. കൊലക്കേസിലെ പ്രതിക്ക് 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന കൊലക്കേസിലെ പ്രതിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ മദ്യം വിളമ്പുകയാണ്. അവർക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർക്ക് ഏറ്റവും മോഡേൺ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇത് പാവങ്ങളെയാണ് പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്, കൊണ്ടുപോയി ചതയ്ക്കുന്നത്. കണ്ടില്ലേ വിഷ്വൽ CCTV ഫുട്ടേജ്? എന്നിട്ട് 5 ലക്ഷം രൂപ പൈസ മേടിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ഹോട്ടലിലുണ്ടായ തർക്കം തീർക്കാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് അവരെ ഭയപ്പെടുത്തി പോക്സോ കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഇത് പോലീസാണ്, ക്രിമിനൽ സംഘമാണ്, ഗുണ്ടാ സംഘത്തിനും ക്രിമിനൽ സംഘത്തിനുമാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നത്. അതിന് മറുപടി പറയട്ടെ. അതല്ല, ആ വിഷയം ക്ലോസ് ചെയ്താണ്. അതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞാണ്. അതൊക്കെ ആയിക്കോട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ യുനാനിമസായി എടുത്ത തീരുമാനമാണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസായിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. മനസ്സിലായല്ലേ?
വ്യക്തമാണല്ലോ കാര്യങ്ങൾ. അല്ലെന്ന് എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അതിൻ്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അതിന് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങൾ അറിയിക്കും. ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. വ്യാജമാണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ. അത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ട് ഈ ചെറുപ്പക്കാരന്, ഒരു ചെറുപ്പക്കാരന് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു? ഞാൻ വഴിവിട്ടി ചെറുപ്പക്കാരനെ സഹായിച്ചു എന്നായിരുന്നു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം. അല്ലല്ല നിങ്ങൾ കേക്ക്. ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ? ഇപ്പോഴത്തെ ചോദ്യം എന്താ? ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ. രണ്ടു ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ല. നിങ്ങൾക്ക് അറിയാലോ അതൊന്നും അല്ലെന്ന്. ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാവും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റക്കെടുത്ത തീരുമാനമല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ KPCC പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ്. അതിനെ കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അതൊക്കെ അതാത് സമയത്ത്, ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുമെന്ന്. എന്തിനും നിങ്ങൾ അസംബ്ലി എന്താണ്? അസംബ്ലിക്കൊക്കെ ദിവസമില്ല. ശബരിമലയിലെ ഒരു വേറെ വിഷയം കൂടി ഉണ്ടല്ലോ. കോടതി ഇന്നലെ ചോദിച്ചല്ലോ, ശ്രീകോവിലിന്റെ അരികിൽ സ്ഥാപിച്ചിരിക്കുന്ന അല്ലെ പാലികയുടെ അതുമേൽ മൂടി പൊതിച്ചിരിക്കുന്ന സ്വർണം ആരും അറിയാതെ, കോടതിയെ പോലും അറിയിക്കാതെ, കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ നടപടികൾ, കോടതിയെ പോലും അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്ന സംഭവം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ചീത്തയായി. എന്തെല്ലാം ദുരൂഹതകളാണ് അവിടെ നടക്കുന്നത്, ശബരിമലയിൽ നടക്കുന്നത്, എന്തെല്ലാം ദുരൂഹതകളാണ് നടക്കുന്നത്. പിന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആചാര ലംഘനത്തിനെ പിന്തുണയ്ക്കുന്ന സുപ്രീം കോടതിയിലെ കേരള സർക്കാരിൻ്റെ അഫിഡവിറ്റ്, സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കുമോ? UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിനെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. തിരുത്തുമോ? ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്, ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ടുള്ള കേസെടുത്തു, നാമജപ ഘോഷയാത്ര നടത്തിയതിലുൾപ്പെടെ ഇല്ലേ? ആ കേസുകൾ പിൻവലിക്കുമെന്ന് അസംബ്ലിയിൽ ഉറപ്പ് നൽകിയതാണ്. കേസ് പിൻവലിച്ചിട്ടില്ല. ഒരു കേസും പിൻവലിച്ചിട്ടില്ല. കേസുകൾ പിൻവലിച്ചിട്ടില്ല. 2, ഇപ്പോൾ 10ാം വർഷമായി ഈ ഗവൺമെൻറ്റിൻ്റെ. 10ാമത്തെ വർഷത്തിൻ്റെ ഇലക്ഷൻ്റെ സായാഹ്നത്തിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട്? അതിനു മുമ്പ് UDF ഗവൺമെൻറ് 112 ഏക്കർ വനഭൂമി ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ വാങ്ങിച്ചെടുത്തു വികസനത്തിന് വേണ്ടി. അതിന് പകരം വനം വകുപ്പിന് 112 ഏക്കർ സ്ഥലം ഇടുക്കി ജില്ലയിൽ കൊടുത്തു. എന്നിട്ട് അവിടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ശബരിമലയിൽ ഒരുവിധ വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല. 9 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് 10ാമത്തെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനും വികസന പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ആരെ കളിപ്പിക്കാനാണ്? അയ്യപ്പന്മാരെ കളിപ്പിക്കാനാണ്. അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനാണ്. 10ാമത്തെ കൊല്ലം ഇലക്ഷന് തൊട്ട് മുമ്പ് തത്വമസിയെ കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകണം എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പയ്യന്നൂരെ ജ്യോതിഷം വല്ലതും പറഞ്ഞിട്ടാണോ എന്നുകൂടി നമുക്കൊന്ന് അന്വേഷിക്കണം. ഒന്നും പറയുന്നില്ലല്ലോ, അവരൊന്നും പറയുന്നില്ല. പണം എവിടെ നിന്നാണ് പിരിക്കുന്നത്? സർക്കാരിന്റെ പണമല്ലെന്ന് പറയുന്നു. പണം എവിടെ നിന്നാണ് പിരിക്കുന്നത്? ഇപ്പം നവകേരള സദസ്സിന്റെ കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല. നവകേരള സദസ്സിന്റെ ഇതിപ്പോൾ ഇവിടെ അർബൻ കോൺക്ലേവ് നടക്കാൻ പോവാണ്. അർബൻ കോൺക്ലേവിന് 10 ലക്ഷം രൂപ വെച്ചിട്ടാണ് മറ്റേ മുനിസിപ്പാലിറ്റികളിൽ നിന്ന്, കോർപ്പറേഷനുകളിൽ നിന്നൊക്കെ പൈസ മേടിക്കുന്നത്. കേരളത്തിൽ എത്ര കോടി രൂപയാണ് അത് നടക്കാൻ വേണ്ടിയിട്ട്? എല്ലാത്തിനും പണപ്പിരിവാണ്. എല്ലാത്തിനും പണപ്പിരിവ്. വികസന സദസ്സിന് പണപ്പിരിവ്. നവകേരള സദസ്സിൻ്റെ പിരിച്ചതിൻ്റെ പണം ഇതുവരെ കണക്ക് കാണിച്ചിട്ടില്ല. ഇതുവരെ അയ്യപ്പ സംഗമത്തിൻ്റെ വേറെ പിരിവ്, ഒരു പിരിവ് സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്.